തിരുവനന്തപുരം കാട്ടാക്കടയിൽ വൻ മോഷണം. 60 പവൻ സ്വർണമാണ് മോഷണം പോയത്. വീട്ടുകാർ പ്രാർത്ഥനയ്ക്കായി പള്ളിയിൽ പോയപ്പോഴായിരുന്നു മോഷണം. കാട്ടാക്കട പോലീസ് സംഭവത്തിൽ കേസെടുത്തു. വീണ MS ചേരുന്നു വിവരങ്ങളുമായി. വീണ, വലിയ മോഷണം തന്നെയാണ്. 60 പവൻ സ്വർണമെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ വിപണി മൂല്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. എന്തായാലും ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചു. രോഹിണി, വൻ മോഷണമാണ് തിരുവനന്തപുരം കാട്ടാക്കടയിൽ നടന്നിരിക്കുന്നത്. നമുക്കറിയാം, സ്വർണ്ണ വിലയൊക്കെ ഒരു പവന് 1 ലക്ഷത്തിന് മുകളിൽ എത്തിയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം ക്രിസ്മസ് രാവിലാണ് വൈകിട്ട് 6 മണിക്കും 9 മണിക്കും ഇടയിലാണ് കാട്ടാക്കട കട്ടയ്ക്കോട് മോഷണം നടന്നതായിട്ടാണ് നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. ഷൈൻ കുമാർ എന്ന ആളിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഇവർ പള്ളിയിൽ പോരുന്ന സമയമായിരുന്നു. അതിനാൽ തന്നെ തുടർന്ന് പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് ഷൈൻ കുമാറിന്റെ ഭാര്യ അനുഭ തിരിച്ച് വീട്ടിലെത്തുകയും പ്രധാന വാതിൽ കഴിഞ്ഞ് മറ്റൊരു വാതിൽ, വീടിന്റെ അകത്തെ മറ്റൊരു വാതിൽ തുറന്നു കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ഭർത്താവിനെ ഒപ്പം തന്നെ നാട്ടുകാരെയും വിവരമറിയിച്ചു. തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും ഭർത്താവും നടത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഫ്യൂസ് അടക്കം ഊരിക്കൊണ്ടുള്ള ഒരു വൻ കവർച്ച വീട്ടിൽ നടന്നതായി ബോധ്യപ്പെട്ടത്. തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തിയും വീട്ടുകാരും ചേർന്ന് പരിശോധന നടത്തിയതിലാണ് 60 പവനിൽ മുകളിലുള്ള സ്വർണം മോഷണം പോയതായി മനസ്സിലാക്കിയത്. ഒന്ന്, ഈ ഷൈൻകുമാറിന്റെ ഭാര്യ അനുഭവയുടെ സ്വർണ്ണമുണ്ട്. ഒപ്പം തന്നെ അനുഭവയുടെ സഹോദരിയുടെ സ്വർണവും ഈ വീട്ടിലാണ് സൂക്ഷിച്ചിരുന്നതെന്നാണ് കുടുംബം പറയുന്നത്. ഇത്തരത്തിൽ 6 മണിക്കും 9 മണിക്കും ആണ് ഒരു മോഷണം നടന്നിരിക്കുന്നത്. അർദ്ധരാത്രിയിലല്ല മോഷണം നടന്നിരിക്കുന്നത്. ഈ കുടുംബത്തിന്റെ സാഹചര്യം, ഒപ്പം തന്നെ ഈ സ്വർണം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വിവരം അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കാം ഇത്തരത്തിൽ മോഷണം നടത്തിയെന്നുള്ള സംശയത്തിലാണ് പോലീസ്. സമീപത്തെ CCTV ക്യാമറകളടക്കം നിരീക്ഷിച്ചുകൊണ്ടുള്ള പരിശോധനകൾക്കാണ് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ആരെങ്കിലും സംശയമുണ്ടോ എന്നടക്കം, അതായത് മോഷണം നടന്ന സാഹചര്യത്തിൽ സംശയാസ്പദമായി ആരെങ്കിലും വീടിന്റെ പരിസരത്ത് കണ്ടിരുന്നോ, അത്തരത്തിൽ ആരെങ്കിലും വീട്ടിൽ സന്ദർശനം നടത്തിയിരുന്നോ എന്ന അടക്കമുള്ള കാര്യങ്ങളും പോലീസ് വീട്ടുകാരിൽ നിന്ന് ചോദിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കാട്ടാക്കട പോലീസാണ് മോഷണത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. രോഹിണി. ശരി വീണ, കാട്ടാക്കടയിൽ വൻ മോഷണം. 60 പവൻ സ്വർണമാണ് വീട്ടിൽ നിന്നും കവർന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീണയാണ് വിവരങ്ങൾ നൽകിയത്.